ഒന്നോർത്താ ജഗനിങ്ങ എത്താത്തതും കാര്യമായി. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവളെ അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കാൻ പറ്റില്ലായിരുന്നു. ഹരിതേ, നീ എന്നാ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നേ? ഇനി നിനക്ക് നിന്റെ നാത്തൂനോട് സ്നേഹം തോന്നി തുടങ്ങിയോ? സ്നേഹവും? എന്റെ കുഞ്ഞിനെ കൊന്ന് എന്റെ പ്രതീക്ഷകളെല്ലാം തീർത്ത വന്ദനോട് എനിക്ക് സ്നേഹം തോന്നാനോ? അല്ല, നിന്റെ മുഖഭാവം കണ്ടപ്പോ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതില് നിനക്ക് കുറ്റബോധം ഉള്ളതുപോലെ. കുറ്റബോധം? എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയവളോട് ക്ഷമിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. അതിനി ഏട്ടന്റെ ഭാര്യയല്ല, ഏട്ടനായാലും ശരി. ഹരിതേ, എല്ലാവരെയും വിറപ്പിക്കുന്ന കരുണാകരക്കുറുപ്പെന്ന എന്റെ അച്ഛൻ ആകെ തോറ്റു വന്നിട്ടുള്ളത് എന്റെ മുമ്പിൽ മാത്രമാ. ആ അച്ഛനെ കൊല്ലാൻ ആര് നോക്കിയാലും വെറുതെ വിടില്ല ഞാൻ അവരെ. നീ എന്താ ഹരിതേ ഒരുമാതിരിയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ ഏട്ടനോ ഞാനോ അതിന് ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ല വിദ്യാർത്ഥി, വന്ദന അവരല്ലാന്ന് വിളിച്ചു പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? പിന്നെ ആരാ എന്റെ അച്ഛന് വിഷം കൊടുത്തത്? പിന്നെ ആരോന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിക്കാത്തവളാ വന്ദന. വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിക്കാത്തവളാണോ പാലി വിഷം ചേർക്കാൻ മടിക്കുന്നത്? ഏതായാലും ഇനി അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. വരരുത്. അവളെ എങ്ങനെയെങ്കിലും ജഗൻ ചേട്ടനിൽ നിന്നും എന്നേക്കുമായി പിരിച്ചു മാറ്റണം. അതെ ഹരിതേ, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ജഗനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ കഴുത്തി താലി കെട്ടിക്കണം. നീ നോക്കിക്കോ, ഈ വിദ്യ അത് ചെയ്തിരിക്കും. ഇതെന്റെ വാക്ക.